ഒറ്റ വാക്കി പറഞ്ഞ ലിവർപൂൾ രക്ഷപ്പെട്ടു, അത്ര തന്നെ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ന്യൂ കാസിൽ 3 പോയിന്റ് ഡിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു, അവർ നഷ്ടപ്പെടുത്തി, അത്രേ ഉള്ളൂ. ഇതാണ് കളിയുടെ ഒരു രത്ന ചുരുക്കം. ഇനി എലാബറേറ്റ് ചെയ്ത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇലാങ്കയുടെ ഫസ്റ്റത്തെ 5 മിനിറ്റിലെ ഗോള്, അതിൽ തന്നെ ഏറെക്കുറെ കണ്ടിട്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. കാരണം മറ്റേ ആ ബോള് സ്ട്രൈറ്റ് അറ്റാക്ക് ആയിരുന്നു, ഡയറക്റ്റ് അറ്റാക്ക്, വേറെ പ്രത്യേകിച്ച് ലൈൻ ബ്രേക്കിംഗ് പാസോ അങ്ങനത്തെ കാര്യങ്ങളോ, സ്ട്രൈറ്റ് അറ്റാക്ക് ആയിരുന്നു. അത് തടയാൻ അവിടെ 2 പേര് ഡിഫൻസീവ് ലൈനിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ വാൻഡൈക്കിന് പേസ് ഇല്ല, സമ്മതിച്ചു. ജാക്കറ്റ് എന്ന് പറഞ്ഞ പ്ലെയർ എന്താണെന്ന് കാണിക്കണ്ടായിരുന്നു. ഇനി അവിടെ തടയാൻ നിൽക്കേണ്ട ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, ലെഫ്റ്റ് ബാക്ക് എന്ന് പറഞ്ഞിട്ട്, അവനവിടെ കാണാനേ ഉണ്ടായിരുന്നില്ല, കർക്കസ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയി. സെക്കൻഡ് ഹാഫിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ എന്തോ മോട്ടിവേഷനോടെ വന്നത്, കറക്റ്റ് കാണുന്നുണ്ടായിരുന്നു. ഗാക്പോടെ ഫിനിഷ് അടിപൊളിയായിരുന്നു. അതൊരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഗോളാണ്. അത് കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വില്ലോക്കിന്റെ ഗോൾ. സെയിം പ്രോബ്ലം ഉണ്ടോ ലിവർപൂളിലെ? ഡിഫൻസീവ് ലൈൻ പൊട്ടി. അതേപോലെ 5 പേരൊക്കെ നിൽക്കണ്ടായിരുന്നു ആ പ്ലെയറിന്റെ ചുറ്റും, എന്നിട്ട് ഒരാൾക്ക് പോലും ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ന്യൂകാസിൽ കറക്റ്റ് ആയിട്ട് ഇത് പണിഷ് ചെയ്തു. ലിവർപൂളിന്റെ അറ്റാക്ക് ഇന്ന് ഓക്കെ ആയിരുന്നു, പക്ഷെ ചാൻസസ് ഒക്കെ കുറെ ക്രിയേറ്റ് ചെയ്ത് പൊസഷൻ അവരുടെ കയ്യിലായിരുന്നു. ബോൾ ഒന്ന് ലൂസ് ചെയ്താൽ മോനെ തീർന്നു. പിന്നെ ബോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും ന്യൂകാസിൽ, അതുകൊണ്ട് എത്തിയിട്ടുണ്ടാവും. അത് എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ആക്കി മാറ്റി. മിസ്സാക്കിയൊക്കെ ഒരു ക്ലീൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് മിസ്സാക്കിയത് അവന്റെ മിസ്റ്റേക്ക്. അത് അല്ലെങ്കിൽ തീർന്നു, കളി അവിടെ തീർന്നു തന്നെ. പിന്നെ ന്യൂകാസിന് പൊസഷൻ കുറവായിരുന്നു, കിട്ടിയ ചാൻസ് നന്നായി മുതലാക്കി. ലിവർപൂൾ ഒട്ടും കംഫർട്ടബിൾ അല്ല ഈ ഡിഫൻസീവ് ലൈൻ വെച്ചിട്ട്. ഈ പോസിറ്റീവ്സ് എടുത്ത് നോക്കിയാൽ തന്നെ അറ്റാക്കിംഗ് വർക്ക് ചെയ്തു. ലിവർപൂളിന്റെ ഡിഫൻസീവ് നല്ല വീക്കായിരുന്നു, എന്തോ പിടിച്ചു നിന്നു ഭാഗ്യം കൊണ്ട്, അത്രേ ഉള്ളൂ. ഇനി കളിയുടെ വേർഡിക്റ്റ് പറയാനാണെങ്കിൽ ന്യൂകാസിൽ തന്നെ ഇമ്പ്രസ് ചെയ്തു. കാരണം പുതിയ മാനേജർ, ഇത്രയും പ്ലേയേഴ്സ് കുത്തൊഴുക്ക് പോലെ പോയിട്ടും അവർ പിടിച്ചെന്നല്ല, നന്നായി കളിച്ചു. അപ്പൊ അത് എനിക്ക് തോന്നുന്നില്ല അവർ ഫ്ലോപ്പ് ആവും ഈ സീസണിൽ. അവർ ഈ സീസണിനെ ഫിനിഷ് ചെയ്യും. ലിവർപൂളിന്റെ കാര്യം എന്താണെന്നുള്ളത് കണ്ടറിയാം. ഇനി നിങ്ങളുടെ വേർഡിക്റ്റ് പറയാം. എന്റെ വേർഡിക്റ്റ് ന്യൂകാസിൽ ഇംപ്രസ്ഡ് മീ, അത്രേ ഉള്ളൂ. ലിവർപൂളിന്റെ കാര്യം ഡിഫൻസീവ് വളരെ വീക്കാണ്, ഫിക്സ് ചെയ്തേ തീരും. നിങ്ങളുടെ അഭിപ്രായം പറയാം, കളി എങ്ങനെയാണ്ടായിരുന്നു എന്നൊക്കെ. സോ ബൈ.